ഇത് 3/4 കിലോ ഇറച്ചി വേവിച്ച് വെച്ചേക്കണേന്ന് കുക്കറിൽ. പച്ചമുളകും ഇഞ്ചിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടാണ് ഇത് വേവിച്ചത്. ഒരു 6-7 വിസിലടിച്ചിട്ടുണ്ട്. നല്ല എല്ലോട് കൂടിയ ഇറച്ചിയാണ്. അപ്പം വേവ് കൂടുതലുള്ള കുരുമുളക് വെറുതെ കുത്തിച്ചതച്ചതാണ്. പിന്നെ 2 കഷ്ണം പട്ടയും 2 ഏലക്കയും ഒരു കറയാമ്പും ഇട്ടിട്ടാണ് ഇത് വേവിച്ചേക്കുന്നത്. ഇത് സ്റ്റൂ ഒക്കെ. അപ്പൊ ഈ ആ കുക്കറിൽ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതും കൂടി വേവിച്ച് ഒഴിച്ചിട്ടാണ് നമ്മളിനി കാച്ചി ഒഴിക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് അതിന് പുറകെ കാണിക്കാം. ഇത് തേങ്ങാപ്പാലിലാണ് വേവിക്കാൻ പോണത്. അപ്പൊ കുറച്ച് 2-ാം പാലാണിത്. 2 മുറി തേങ്ങയുടെ പാലാണ്. അതിൽ കുറച്ച് 2-ാം പാല് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇതല്ലേ കാണിക്കാം. അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചത് നമ്മൾ ഇതിലോട്ട് ഇടണം കേട്ടോ. ഓക്കെ, നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള കാച്ചി ഒഴിച്ചിട്ടുണ്ട്. കാച്ചി ഒഴിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളിയും വേപ്പിലയും മാത്രം ഇട്ടിട്ട് കാച്ചും. അപ്പോൾ അതിൽ പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ടിട്ട് കാച്ചിട്ട് ഇതിലോട്ട് ഇടും. തേങ്ങാപ്പാലും ഇട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യും. പിന്നെ കുറച്ച് നെയ്യിൽ കശുവണ്ടിയും കിസ്മിസും വറുത്തിട്ട് ഇടാം. അതിൽ കിസ്മിസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ കശുവണ്ടി ഇടാം. അപ്പോൾ നേരത്തെ ചതച്ച് വെച്ചതിൽ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, അത് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു വലിയ സ്പൂൺ കുരുമുളക് പൊടി, മസാലപ്പൊടി, എല്ലാ സ്പൈസസും കൂടി പൊടിച്ച മസാലപ്പൊടി, കുറച്ച് വലിയ ജീരകം പൊടിച്ചത് കൂടി ആണ് ഇതിലിട്ടിട്ട് നമ്മൾ കാച്ചുക. ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ 2-ാം പാൽ ഒഴിച്ച് അതും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. തിളച്ച് കഴിഞ്ഞ് ഒന്ന് കുറുകി സെറ്റായി വരുമ്പോൾ ഇറക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമ്മൾ 1-ാം പാൽ ഇടും. 1-ാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യും. 1-ാം പാൽ ഒഴിച്ച് ഇത് ഇതിലേക്ക് ഒഴിക്കാം. 2-ാം പാലാണ് ഒഴിച്ചത്. 1-ാം പാൽ അവിടെ മാറ്റി വെച്ചേക്കും. 2-ാം പാൽ ഒഴിച്ചു. ഈ മസാലയിൽ ഇതിൽ കിടന്ന് സെറ്റ് ആകണം. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിക്കുമ്പോൾ അപ്പോൾ അതായത് നമ്മൾ 1-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് 5 മിനിറ്റ് വേണ്ട, ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോയി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അടുത്ത കാഷ്നട്ട് വറുത്തത് അരച്ചിടോ? ഇല്ലല്ലേ, ഇങ്ങനെ തന്നെ. ഇത് കട്ട് ചെയ്ത കാഷ്നട്ട് ബിരിയാണിക്കൊക്കെ വാങ്ങിച്ചത്. ഇത് കിടാമല്ലേ? സ്റ്റൂ റെഡി. എല്ലാവരും നല്ല സ്മെല്ല് വരുന്നത്. ഇതുപോലെ ചെയ്ത് നോക്കാം. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ സ്റ്റൂ റെഡിയാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം. ഇത് നല്ല രുചിയാണല്ലേ? കാറ്ററിംഗുകാർ കൊണ്ടുവന്ന സ്റ്റൂ അല്ല എന്നർത്ഥം. ഇത് കാറ്ററിംഗുകാർ കൊണ്ടുവന്നല്ലേ, ഇത് നമ്മളുടെ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റൈലുള്ള സ്റ്റൂ ആണ്.
ഓക്കെ ഓക്കെ ബൈ.